പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 39 സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് നോ പേഴ്സൺ കൺസേൺ ഇൻ നോൺ കോഗ്നിസബിൾ ഒഫൻസ്, അവൻ നോൺ കോഗ്നിസബിൾ ഒഫൻസിൽ പെട്ടതാണെങ്കിൽ, ഓർ അഗൻസ്റ്റ് ഹും ദ കംപ്ലൈന്റ് ഹാസ് ബീൻ മെയ്ഡ്, ഒരുത്തിനെതിരെ ഒരു കംപ്ലൈന്റ് വന്നാൽ, ഓർ ക്രെഡിബിൾ ഇൻഫർമേഷൻ ഹാസ് ബീൻ റിസീവ്ഡ്, ഓർ റീസണബിൾ സസ്പിഷൻ എക്സിസ്റ്റ്, ഹിസ് ഹാവിംഗ് ദ കൺസേൺ ഷാൽ ബി അറസ്റ്റ് എക്സെപ്റ്റ് അണ്ടർ എ വാറണ്ട് ഓർ ആൻ ഓർഡർ ഫ്രം ദ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടാൽ അയാൾ നോൺ കോഗ്നിസബിൾ ഒഫൻസ് ചെയ്താലും അറസ്റ്റ് ചെയ്യാം. വാറണ്ട് ഉണ്ടെങ്കിൽ നോൺ കോഗ്നിസബിൾ ഒഫൻസ് ചെയ്താലും അറസ്റ്റ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വാറണ്ടോ ഓർഡറോ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണ്. വാറണ്ടും ഓർഡറും വേണ്ട, അറസ്റ്റ് ചെയ്യാമെങ്കിൽ അത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഓക്കെ, അടുത്തത് 3. The police officer shall യെസ്, ഇപ്പൊ ഞാനൊരു ഒഫൻസ് ചെയ്തു, 7 വർഷത്തിന് താഴെയാണ്, മോഷണമാണ്, 3 വർഷമാണല്ലോ. അപ്പോ പോലീസുകാർ ഇൻഫർമേഷൻ കൊടുത്തിട്ട് പറയാണ് അവൻ മോഷ്ടിച്ചത് അമ്പലത്തിലെ വിഗ്രഹമാണ്, തനി തങ്കമാണ്, വർത്ത് റുപ്പീസ് ക്രോർസ് ആൻഡ് ക്രോർസ്. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ അവൻ ഇവിടുന്ന് കണ്ടെയ്നർ കയറി അമേരിക്കയ്ക്ക് പോകും, തിരിച്ചു കിട്ടത്തില്ല, ഓർഡർ വേണം. അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസ് എന്ത് കൊടുക്കും? അറസ്റ്റ് ഓർഡർ കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ഒഫൻസിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ 3 വർഷം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മജിസ്ട്രേറ്റ് അവിടെ നിൽക്കത്തില്ല. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? ദ പോലീസ് ഓഫീസർ ഷാൽ ഇൻ ഓൾ കേസസ് വെദർ അറസ്റ്റ് ഓഫ് എ പേഴ്സൺ, അല്ലല്ല, നോൺ കോഗ്നിസബിളിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ട് നിർബന്ധമാണ്. കോഗ്നിസബിളിൽ ആണെങ്കിൽ വാറണ്ട് ആവശ്യമില്ല. അപ്പൊ നോൺ കോഗ്നിസബിൾ ആണ്. ഇപ്പൊ അമ്പലത്തിൽ രാത്രി 12 മണിക്കാണ് മോഷണം നടന്നത്, നേരം വെളുക്കുന്നവരെ കാത്തിരുന്ന അവൻ അത് കൊണ്ടുപോകും. എന്ത് ചെയ്യും? യവനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന രീതിയിലാക്കി വെച്ചിട്ട് നേരെ പാതിരാത്രി മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് ഓർഡർ മേടിക്കും, അവനവിടെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഓർഡർ മേടിക്കും. ഒഫൻസ് ആണ്, ഇന്നതാണ്. ഹൗസ് ബ്രേക്കിംഗ് മാത്രമല്ല, ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റ് മാത്രമല്ല, ഇത്ര കോടി രൂപയുടെ സാധനം കൊണ്ടാണ് പോകുന്നത്, അറസ്റ്റ് ചെയ്തേ പറ്റൂ. പ്രോപ്പർട്ടി പിടിച്ചെടുക്കാൻ കിട്ടിയിട്ടില്ല, അപ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്രോപ്പർട്ടി പിടിച്ചെടുക്കാൻ കിട്ടിയ പ്രോപ്പർട്ടിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാം. പ്രോപ്പർട്ടി കിട്ടിയില്ല, അവനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ, എങ്കിലേ പ്രോപ്പർട്ടി കിട്ടും. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് നോക്ക്. പോലീസ് ഓഫീസർ ഷാൽ ഇൻ ഓൾ കേസസ് വെദർ ദ അറസ്റ്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് റിക്വയർഡ് അണ്ടർ subsection 1 ഇഷ്യൂ നോട്ടീസ്. Okay, direct the person against whom the reasonable information, credible information has been received, reasonable suspicion has been committed offense, to appear before him or such other places as may be specified. അറസ്റ്റ് ചെയ്യണ്ട എങ്കിൽ എന്ത് ചെയ്യും? മജിസ്ട്രേറ്റിനെ സമീപിച്ച് നോട്ടീസ് അയക്കും. എന്നിട്ടെന്ത് പറയും? ഇന്ന സ്ഥലത്തും ഇന്ന സമയത്തും വരണം. സാധാരണ എന്തുവാ പറയുന്നേ? മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന ദിവസം ഹാജരാവണം, നിങ്ങൾ ഹാജരാവണം, അല്ലെ വക്കീൽ ഹാജരാവണമെന്ന് പറയും. അറസ്റ്റ് ആവശ്യമില്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും? വക്കീലന്മാര് കോർട്ട് വിട്ട് അവൻ്റെ പൈസയും മേടിച്ചുകൊണ്ട് 2 ജാമ്യക്കാരെയും കൊണ്ടുപോയി ഹാജരാക്കിയിട്ട് ജാമ്യം എടുക്കും. ഈ പ്രോസസ്സാണ് അവിടെ പറഞ്ഞത്, 3 പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത 4. വെദർ സച്ച് നോട്ടീസ് ഈസ് ഇഷ്യൂഡ് ടു എനി പേഴ്സൺ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എ പേഴ്സൺ ടു കംപ്ലൈ വിത്ത് ദ ടേംസ് ഓഫ് ദ നോട്ടീസ്. അപ്പൊ നോട്ടീസ് കിട്ടിയാൽ നോട്ടീസിന്റെ ടേംസ് അനുസരിച്ച് പ്രവർത്തിക്കണം. മനസ്സിലായോ? ഓക്കെ, അടുത്തത്